ഇന്നത്തെ നമ്മുടെ പോസ്റ്റർ കണ്ടിരുന്നോ? ഇന്നാരാ ക്ലാസ് എടുക്കുന്നതെന്നറിയോ? എന്താ നമ്മുടെ വിഷയം ഇതൊക്കെ അറിയോ? പോസ്റ്റർ കണ്ടിരുന്നോ? കണ്ടിരുന്നു. ഓക്കെ സർ. സൈലന്റ് സ്ട്രഗിൾസ് ആൻഡ് സ്ട്രോങ്ങർ സ്റ്റെപ്സ്. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ബിമാജിക്കിന്റെ 2185 ദിവസമാണ് ഇന്ന്. സൈലന്റ് സ്ട്രഗിൾസ് സ്ട്രോങ്ങർ സ്റ്റെപ്സ് എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ഇന്ന് നടക്കുന്ന മോർണിംഗ് സെഷനിലേക്ക് ബിമാജിക്കിന്റെ പ്രിയപ്പെട്ട എല്ലാ മെമ്പേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു. ശ്രീഷ്ണ ഷിബു ആണ് ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്നത്. സോ ഐ ആം വെൽക്കമിങ് ശ്രീഷ്ണ മാം ടു ദി സെഷൻ. മാം. മാജിക് മോർണിംഗ് ടു ഓൾ. എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന ബി മാജിക് പ്ലാറ്റ്ഫോമിനും ഇവിടുത്തെ എല്ലാ മെമ്പേഴ്സിനും പിന്നെ എൻ്റെ മെന്റർ ഷൈമിന മാമിനും ഫസ്റ്റ് എൻ്റെ നന്ദി അറിയിക്കുന്നു. ഷൈമിന മാം എനിക്ക് എന്നെ ഒന്ന് ഹോസ്റ്റ് ആക്കാവോ സ്ക്രീൻ ഷെയർ ചെയ്യാൻ? അത് ചെയ്യാം. റസാഖ് സാർ. ഒരു മിനിറ്റ്. ഹലോ റസാഖ് സാർ. റെഡിയാണ്. സാറേ ശ്രീഷ്ണ ഒന്ന് ഓക്കെ ആക്കിയിട്ടുണ്ട് മോളെ, ആക്കിയിട്ടുണ്ട്. ഹലോ ശ്രീഷ്ണ, ആക്കിയിട്ടുണ്ട്. വിസിബിൾ ആകുമ്പോൾ ഒന്ന് പറയണേ. ഓഹോ. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. ഉണ്ട് മോളെ. താങ്ക് യു. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സൈലന്റ് സ്ട്രഗിൾസ് ആൻഡ് സ്ട്രോങ്ങർ സ്റ്റെപ്സ് എന്ന് പറയുന്നതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ എന്താ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്? ഞാനിപ്പോ ഈ ഒരു ടോപ്പിക്കിന്റെ പേര് കൊടുക്കാൻ കാരണം ഇതിന്റെ ഉള്ളിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി വേറൊരു കാര്യമാണ്. പക്ഷെ ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളെല്ലാവരുടെയും ലൈഫിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ പബ്ലിക്കിന്റെ ഇടയിൽ അവർ സൈലന്റ് ആയിട്ട് സ്ട്രഗിൾ ചെയ്ത് അവരുടെ ഒരു സ്ട്രോങ്ങർ സ്റ്റെപ്സിലൂടെ അവർ അച്ചീവ് ചെയ്ത കുറെ കാര്യങ്ങളാണ്. അപ്പൊ ഞാനിന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ട്രോമ എന്നാണ് അതിന്റെ പേര്. ആരെങ്കിലും ട്രോമേനെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു 1 സെന്റൻസ് 1 വേർഡ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്താണ് ട്രോമ എന്ന്? നമ്മുടെ മനസ്സിനെ ആഴത്തിൽ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ മൂലം ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ. അതായത് ഒരു മരണം മൂലമോ അപകടങ്ങൾ മൂലമോ ഒക്കെ ഉണ്ടാകുന്ന എന്തെങ്കിലും ദുരന്തങ്ങൾ മൂലമോ ഉണ്ടാകുന്ന ഭയങ്കരമായ ഒരു വേദന, ആ വേദന മൂലം ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ, അതാണോ? അതെ ഷൈം. താങ്ക് യു സോ മച്ച്. അപ്പൊ ട്രോമ എന്നുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയയിലും ഇപ്പൊ ഒരുപാട് കേൾക്കുന്ന ഒരു പേരാണ്. അപ്പോൾ നമ്മൾ ഈ ട്രോമ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഡെഫിനേഷൻ ആയിട്ട് പറയാൻ പറ്റുന്നത് നമ്മൾ നമ്മുടെ ലൈഫിൽ അല്ലെ ഒരു ഹ്യൂമൻസിന്റെ ലൈഫിൽ അവർ അനുഭവിക്കുന്ന ചില ആഘാതങ്ങൾ, ഒരു വൈകാരികമായിട്ടുള്ള മെന്റലി നമുക്ക് കിട്ടുന്ന വൈകാരികമായിട്ടുള്ള ചില തിരിച്ചടികൾ, അതിൽ നിന്നുണ്ടാവുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള പെയിനെയാണ് നമ്മൾ ട്രോമ എന്ന് പറയുന്നത്. നമുക്കൊരു കാര്യം നമ്മുടെ ലൈഫിൽ നടന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ആലോചിച്ചിട്ടുള്ള നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടൊരു പേടി വന്നുകൊണ്ടിരിക്കും. ആ ഒരു സംഭവം നടന്നത് നമ്മുടെ പാസ്റ്റിലാണെങ്കിൽ പോലും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ലൈഫിൽ വീണ്ടും ട്രിഗർ ആവുക, അല്ലെ അതേ സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മുടെ ഒരു മൈൻഡിന് ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് ചിലർക്ക് അത് പേടിയായിട്ടായിരിക്കും തോന്നുക, ചിലർ ആ ഒരു മൊമെന്റിൽ തരിച്ചു നിൽക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥേനെയാണ് നമ്മൾ ട്രോമ എന്ന് വിളിക്കുന്നത്. നമുക്ക് മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത പല കാര്യങ്ങള് നമ്മുടെ ഒരു സൊസൈറ്റിയിൽ നടക്കുന്നുണ്ടാവും. ചില അപകടങ്ങള്, അല്ലെ ചില മരണങ്ങളായിരിക്കും, അല്ലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന അറ്റാക്കുകൾ. അങ്ങനെ ഒരുപാട് റീസൺ ഉണ്ട് ഈ ട്രോമ ഉണ്ടാവുന്നതിന്. ഈ ട്രോമ എന്ന് പറയുന്നത് നമുക്ക് 3
തരത്തിലാണ് മെയിനായിട്ട് ഇപ്പോൾ ഇവിടെ തരംതിരിക്കാൻ പറ്റുന്നത്. അതിന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് അക്യൂട്ട് ട്രോമ എന്ന് പറയും. സെക്കൻഡ് വൺ വന്നിട്ട് ക്രോണിക് ട്രോമ. തേർഡ് വൺ വന്നിട്ട് കോംപ്ലക്സ് ട്രോമ. ഈ അക്യൂട്ട് ട്രോമ എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു തവണ മാത്രം നടക്കുന്ന ഒരു വലിയൊരു ആഘാതം. അതിപ്പോ ഫോർ എക്സാമ്പിൾ പറയാൻ പറ്റുവാണെങ്കിൽ പെട്ടെന്ന് നടക്കുന്ന ഒരു വാഹനാപകടമായിരിക്കാം. നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് നടക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ കൺമുന്നിൽ കാണുന്ന വലിയൊരു ആക്സിഡന്റ്. അത് നടന്നതിന് ശേഷം നമ്മൾ ഈ ഫിലിമിലും അല്ലാതെയൊക്കെ കേട്ടിട്ടുണ്ടാവും, കുട്ടികൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി, പിന്നെ ആരോടും മിണ്ടുന്നില്ല, റൂമിൽ തന്നെ ഇരിക്കുകയാണ്. നമ്മൾ ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ? ആ ഒരു അവസ്ഥയാണ് ട്രോമ എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളിൽ അവർ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അത് അവർ ഒറ്റ ദിവസം കൊണ്ട് പെട്ടെന്ന് അവരുടെ ലൈഫിലേക്ക് വന്നയാ. അതല്ലെങ്കിൽ നമ്മളിപ്പോ നടന്നു പോകുമ്പോൾ ഒരാൾ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരിക, അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല, പെട്ടെന്ന് വരുന്നതാണ്. ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ മാനസികമായിട്ട് വരുന്ന ഒരു തകർച്ച, പിന്നീടും നമ്മൾ ആ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അന്ന് നടന്ന കാര്യത്തെ ഓർത്തിട്ട് പലർക്കും പേടി തോന്നും. അല്ലെങ്കിൽ ചിലര് എന്താ പറയാ തരിച്ചു നിൽക്കും. അതൊരു ലൂപ്പായി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ആ ലൂപ്പിൽ നിന്ന് പുറത്തു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതിനെയാണ് നമ്മൾ അക്യൂട്ട് ട്രോമ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ക്രോണിക് ട്രോമ. ക്രോണിക് ട്രോമ എന്ന് പറഞ്ഞാൽ നമുക്ക് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു ട്രോമയാണിത്. അതിനിപ്പോ നമുക്ക് നല്ലൊരു എക്സാമ്പിൾ പറയാൻ പറ്റുവാണെങ്കിൽ വീടുകളിൽ നടക്കുന്ന വയലൻസ്, ഡൊമസ്റ്റിക് വയലൻസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. വീടുകളിൽ നടക്കുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള വഴക്കുകള്, അല്ലെങ്കിൽ ദിവസവും വഴക്കുകൾ ഉണ്ടാകുമ്പോൾ നടക്കുന്ന ഓരോരോ പ്രശ്നങ്ങൾ, അത് ആ വീട്ടിലെ കുട്ടികൾ കാണുന്നുണ്ട്, സ്ത്രീകൾ കാണുന്നുണ്ട്, എല്ലാവരും ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും അതൊരു ട്രോമയായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. പിന്നെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന സെക്ഷുവൽ ഹറാസ്മെന്റ്സ്, അതും അവർക്ക് ആ ഒരു സ്ഥലത്ത് നിന്ന് കെയിം ഔട്ട് ആവാൻ പറ്റത്തില്ല. അതിങ്ങനെ കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടിരിക്കുക പറ്റും, പക്ഷെ അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ അതല്ലാതെ നമുക്ക് പറയാൻ പറ്റുന്ന നമ്മുടെ നാട്ടിൽ നടക്കുന്ന യുദ്ധങ്ങൾ. പല രാജ്യങ്ങളിലും ഇപ്പൊ നമുക്കറിയാം യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ, ആ യുദ്ധങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ജീവിച്ച് വളർന്നു വരുന്ന അവിടുത്തെ ആൾക്കാര്, അവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞു കുട്ടികൾ, അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ വരും കാലങ്ങളിൽ അല്ലെ അവരുടെ ജീവിതത്തിൽ മുഴുവൻ എങ്ങനെയായിരിക്കും എന്ന്? അവര് കംപ്ലീറ്റ്ലി ഒരു ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു ലോകത്തായിരിക്കും ജീവിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് എപ്പോഴും ആ ഒരു ഇൻസെക്യൂരിറ്റി ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരുപക്ഷെ നാളെ ആ യുദ്ധങ്ങൾ കഴിഞ്ഞാൽ പോലും അവരുടെ മനസ്സിൽ ഒരുപാട് അതിൻ്റെതായ അവശിഷ്ടങ്ങൾ കിടക്കുന്നുണ്ടാവും. അതിനെയാണ് നമ്മൾ ക്രോണിക് ട്രോമ എന്ന് പറയുന്നത്. അടുത്തത് വന്നിട്ട് കോംപ്ലക്സ് ട്രോമ. കോംപ്ലക്സ് ട്രോമ എന്ന് പറയുമ്പോൾ ഒന്നിലധികം തരത്തിലുള്ള ആഘാതങ്ങൾ പലപ്പോഴായി നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥ. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് തകർന്നിരിക്കുന്ന ഒരാൾ, അയാളുടെ ബിസിനസ് ഒക്കെ പോയി അയാൾ മാനസികമായി തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ അയാൾക്ക് വളരെ വേണ്ടപ്പെട്ട അയാളുടെ വൈഫോ അമ്മയോ അല്ലെ കുടുംബത്തിലെ അത്രയും പ്രിയപ്പെട്ട ഒരു അംഗമോ മരിച്ചു പോകുന്നു. അപ്പൊ അയാൾ ഓൾറെഡി ഒരു ആഘാതത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, അതിന്റെ ഒപ്പം തന്നെ അയാൾക്ക് മറ്റൊരു അവസ്ഥയും കൂടി വന്നു ചേരുന്നു. എന്റെ വേറൊരു എക്സാമ്പിൾ പറയാൻ പറ്റുവാണെങ്കിൽ കുഞ്ഞു കുട്ടികൾ ചെറുപ്പകാലത്ത് അനുഭവിക്കുന്ന പീഡനങ്ങൾ, അവരുടെ അച്ഛനും അമ്മയും വഴക്കൂടുന്ന നേരിട്ട് കാണേണ്ടി വരുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന മറ്റു ടോക്കുകള്, അതേ സമയത്ത് തന്നെ അവർ അനുഭവിക്കുന്ന ചില അവഗണനകളും ഉണ്ടാവും. അപ്പൊ കുട്ടികളായതുകൊണ്ട് തന്നെ അത് അവരുടെ മൈൻഡിൽ അങ്ങനെ കിടക്കും. പിന്നെ അവർ വളർന്നു വന്നുകൊണ്ട് കഴിയുമ്പോഴും ഇവരുടെ ഉള്ളിൽ ഈ ട്രോമ ഒരുപക്ഷെ ഇങ്ങനെ ഇവർ പോലും അറിയാതെ ഇതിന്റെ ഉള്ളിലുണ്ടാവും. നമ്മൾ ശ്രദ്ധിച്ചറിയാം, അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരുപക്ഷെ ചിലപ്പോൾ മുന്നോട്ട് വരാൻ ഭയങ്കര പേടിയായിരിക്കും. അവർക്ക് തന്നെ ഉള്ളിൽ ഭയങ്കര ഒരു എന്താ പറയാ അപകർഷതാബോധം, എന്നെ കൊണ്ട് ഇത് പറ്റുമോ, ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരിക്കും അങ്ങനത്തെ സാഹചര്യത്തിൽ ഉണ്ടാവുക. പിന്നെ ഇതൊക്കെ മനസ്സിലാവാൻ വേണ്ടി ഈസി ആയിട്ട് പറയുന്നത് എന്താന്ന് വെച്ചാൽ, എനിക്കൊരു എക്സാമ്പിൾ പറഞ്ഞുതരാൻ പറ്റുന്ന അക്യൂട്ട് ട്രോമ ഒറ്റ തവണ മാത്രം സംഭവിക്കുന്നതെന്നറിയാം. നമ്മളിപ്പോ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒരു മഴ പെയ്യുന്നു, നമ്മൾ അതിൽ നനയും. അതാണ് അക്യൂട്ട് ട്രോമ. ക്രോണിക് ട്രോമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നടന്നു പോകുമ്പോൾ മഴ പെയ്യുന്നുണ്ട്, ആ മഴ തീരുന്നുമില്ല, നമ്മൾ മഴയത്തൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ആ മഴ തീരുന്നിടം വരെ നമ്മൾ അതിൽ നനഞ്ഞേ പറ്റുള്ളൂ. അതാണ് ക്രോണിക് ട്രോമ. കോംപ്ലക്സ് ട്രോമ എന്ന് പറയുന്നത് മഴ പെയ്യുന്നു, അതിന്റെ ഒപ്പം ഇടിയും വെട്ടുന്നു, മിന്നലടിക്കുന്നു, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഒരുമിച്ച് വരുന്നതിനെയാണ് നമ്മൾ കോംപ്ലക്സ് ട്രോമ എന്ന് പറയുന്നത്. ഇതാണ് ട്രോമേന്റെ 3 ടൈപ്പുകൾ. പിന്നെ വേറൊരു ട്രോമേനെ പറ്റി പറയുന്നത് സെക്കൻഡറി ഓർ വികാരിയസ് ട്രോമ എന്ന് പറയുന്നു. ഇത് കൂടുതലായിട്ടും അനുഭവിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള പോലീസ് ഓഫീസേഴ്സ്, അല്ലെങ്കിൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവര്, പിന്നെ ഡോക്ടേഴ്സ്, കൗൺസിലേഴ്സ്. അതായത് നമ്മുടെ ചുറ്റിനും ഒരുപാട് വലിയ ആഘാതങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമ്മൾ വേറൊരാളുമായിട്ട് ഷെയർ ചെയ്യാനാണ് കൗൺസിലേഴ്സിന്റെ അടുത്ത് പോകുന്നത്. അപ്പൊ അവരിത് നിരന്തരം കേട്ട് കേട്ട് അവർക്കും ഒരു ട്രോമയിലേക്ക്, അല്ലെ അവർ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടിലേക്ക് എത്തും. കാരണം അത് അവരുടെ ജോലിന്റെ ഭാഗമാണ്, അവർക്ക് ഒഴിവാക്കാൻ പറ്റില്ല.
അതുപോലെ തന്നെ പോലീസ് ഓഫീസേഴ്സ് അവർ കാണുന്ന ബ്രൂട്ടൽ ആയിട്ടുള്ള മർഡേഴ്സ്, പിന്നെ നിങ്ങൾക്കറിയാം ചൂരൽമല, വയനാട് ചൂരൽമലയിൽ നടന്ന അപകടങ്ങൾ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ ഒരു കാര്യങ്ങൾ നേരിട്ട് കണ്ട ആൾക്കാർ, അല്ലെ അത് അനുഭവിച്ച ആൾക്കാർ ഇപ്പോഴും അതിൽ നിന്ന് കെയിം ഔട്ട് ആയിട്ടുണ്ടാവുന്നു? അതിൽ എത്ര പേര് കൗൺസിലിങ്ങിന് പോയിട്ടുണ്ടാവും, എത്ര പേര് ഇതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുത്തിട്ടുണ്ടാവും എന്ന് നമുക്കറിയത്തില്ല. എടുത്തവരുണ്ടാവും, ഒരു വലിയൊരു ശതമാനം ഇന്നും എടുക്കാത്തവരുണ്ടാവും. അന്ന് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥര്, അല്ലാത്ത ഒരുപാട് നമ്മുടെ സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്ന മറ്റാൾക്കാര്, പോസ്റ്റ്മോർട്ടം ചെയ്ത ആൾക്കാര്, ഡോക്ടർമാര്, ഒരുപാട് ആൾക്കാരുണ്ട്. അവിടുന്ന് ബോഡി കളക്ട് ചെയ്യാൻ പോയിട്ടുള്ള ആൾക്കാര്, സഹായിക്കാൻ പോയവര്. അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ ഭയങ്കര ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും അവർ കടന്നു പോയിട്ടുണ്ടാവുക. ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷവും ഒരു പക്ഷെ അതാ നടന്നത് ഒരു 15 ദിവസത്തിന് മേലെ ഉണ്ടായിരുന്നു. അപ്പൊ അവരെ 15 ദിവസം അല്ലെങ്കിൽ ഒരു 20 ദിവസം ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഡെയിലി കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതെല്ലാം അനുഭവിച്ചു കഴിയുമ്പോൾ ഈ കേൾക്കുന്ന ആൾക്കാർക്കും കാണുന്ന ആൾക്കാർക്കും വല്ലാത്തൊരു ട്രോമ അനുഭവപ്പെടും. അതിനെയാണ് നമ്മൾ വികാരിയസ് ട്രോമ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് വന്നിട്ട് പറയാനുള്ളത് ജനറേഷണൽ ട്രോമ എന്നാണ്. ജനറേഷണൽ ട്രോമ എന്ന് പറയുമ്പോൾ നമുക്ക് പേരിലൂടെ തന്നെ അറിയാം, തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു ട്രോമയാണിത്. അതിന്റെ ബെസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുക നമുക്ക് മാതാപിതാക്കളിൽ നിന്നും കിട്ടുന്നത്. മാതാപിതാക്കൾക്ക് അവരുടെ പേരൻസിൽ നിന്നും ഗ്രാൻഡ് പേരൻസിൽ നിന്നും കിട്ടിയതായിരിക്കും. അപ്പോൾ ചില ഫാമിലിയിൽ അല്ലെ ഒരു പ്രത്യേക സമൂഹത്തിൽ ജീവിച്ച ആൾക്കാർക്ക് അവർ ചില കാര്യങ്ങൾ ഫോളോ ചെയ്ത് വരുന്നുണ്ടാവും. അപ്പൊ ഒരു പക്ഷെ അവരൊരു പാവപ്പെട്ട വീട്ടിലെ ആൾക്കാരായിരിക്കും. അവർ കഴിഞ്ഞ കാലങ്ങളിൽ ദരിദ്രരായിരിക്കും. അവർ ഇന്ന് ഒരുപാട് പണം സമ്പാദിച്ചിട്ടുണ്ട്, അവർ നല്ല രീതിയിൽ ജീവിക്കുന്നെങ്കിൽ പോലും അവർ കുട്ടികളോട് പറഞ്ഞു കൊടുത്തോണ്ടേയിരിക്കും, പണ്ട് നമ്മൾ ഇങ്ങനെയായിരുന്നു, പണ്ട് നമ്മൾ പട്ടിണി കിടന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് പൈസ ഇല്ലായിരുന്നു, അതുകൊണ്ട് നീ സൂക്ഷിച്ചു ഉപയോഗിക്കണം. അത് ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ നല്ലതാ. പക്ഷെ ഇത് ഡെയിലി കേട്ടുകൊണ്ടിരിക്കുന്ന, ഇത് മാത്രം ഉപദേശമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, അവനും എപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റിയിലായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. പൈസ കൈകാര്യം ചെയ്യാൻ ഒരു പേടി ഉണ്ടാവും. ഇനി നമ്മൾ ദാരിദ്ര്യത്തിലേക്ക് പോകുമെന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾ, നമുക്ക് അവരുടെ ഒരു ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അവരെപ്പോഴും ഇങ്ങനെ ഒരു ആൻസൈറ്റിലൂടെ ആയിരിക്കും കടന്നു പോയിക്കൊണ്ട് ഉണ്ടാവുക. അതാണ് ഒരു എക്സാമ്പിൾ. പിന്നെ നമുക്ക് പറയാൻ പറ്റുക, ഇപ്പൊ നമ്മുടെ പേരൻസിനോ ഗ്രാൻഡ് പേരൻസിനോ എന്തെങ്കിലും ഒരു സെക്ഷൽ ഹറാസ്മെന്റ് ഫാമിലി മെമ്പറിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള കേസുകളിൽ അവരവരുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത് ആരെയും വിശ്വസിക്കരുത്. അങ്ങനെ ഒരു റോങ് ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ടോ, അത് അവർ അവരുടെ കുട്ടികൾക്കും അത് തന്നെ പറഞ്ഞു കൊടുക്കും. ഇത് നമുക്ക് ഇതിനു മുന്നേ നടന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും അവർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ടാവുക. അങ്ങനെ ഈ കുട്ടികൾ വന്നിട്ട് നോക്കുമ്പം ഈ ട്രോമ എന്ന് പറയുന്ന ഒരു കാര്യം വർക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. അവർ അവരുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അവർ തിങ്ക് ചെയ്ത് വെക്കുന്നത്, ഓക്കെ, എല്ലാ മെൻസിനെയും നമ്മൾ സൂക്ഷിക്കണം, ഇവരാരും ശരിയല്ല. അതിന് എപ്പോഴാണ് നമ്മൾ ആ ഒരു ഗുഡ് ടച്ചും ബാഡ് ടച്ചും തിരിച്ചറിയേണ്ടത്, അങ്ങനെ ഒരു രീതിയിലായിരിക്കില്ല അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക. ആരെയും വിശ്വസിക്കരുത്. അപ്പൊ ഇത് അടുത്ത തലമുറകളിലേക്ക് ഇങ്ങനെ കൈമാറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടെ സ്റ്റോപ്പ് ആവുന്നില്ല. പക്ഷെ നമ്മളെന്നൊരു പേരന്റിലാണ് അത് വന്ന് നിൽക്കുന്നതെങ്കിൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. നമുക്കത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് അടുത്ത് വരുന്ന തലമുറയ്ക്ക് നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. പ്രോബ്ലംസ് എപ്പോഴും കുട്ടികൾ അറിഞ്ഞിരിക്കണം, പക്ഷെ അത് പറയേണ്ട രീതിയിൽ പറയണം. അവരെ ഒരിക്കലും അത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മളത് പറഞ്ഞു കൊടുക്കരുത്. പിന്നെ മറ്റൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പാകത്തിന് പറയാനുള്ളതാണെങ്കിൽ, ചില പാരന്റ്സ് ഉണ്ടാവും, അവർ കുട്ടികളെ വളർത്തുമ്പോൾ അവർ ഭയങ്കരമായിട്ടുള്ള സെക്യൂർ ആൻഡ് സേഫ് ആയിട്ടുള്ള വഴികളെ ചൂസ് ചെയ്യാൻ പറയുള്ളൂ. അവരും അതായിരിക്കും ചൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അവരുടെ കുട്ടികളോടും പറയും, ഇതിലെ പോയി ഇതാണ് സേഫ്, നീ ഇതിലൂടെ പോയാൽ മതി. അപ്പൊ ആ കുട്ടികളും അവരുടെ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവർ ജീവിതത്തിൽ ഒരിക്കലും റിസ്ക് എടുക്കാതെ എപ്പോഴും ഒരു സേഫ് ആയിട്ടുള്ള രീതിയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച മാതാപിതാക്കള്, അവർക്കും ഒരു ട്രോമയുണ്ട്. ആ ട്രോമ അവർ അവരുടെ കുട്ടികൾക്ക് കൊടുക്കുന്നു, ആ ട്രോമ അവർ അവരുടെ കുട്ടികൾക്ക് കൊടുക്കുന്നു. അങ്ങനെ ഇതൊരു ലൂപ്പായിട്ട് ഇങ്ങനെ കൈമാറ്റം ചെയ്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ ജനറേഷണൽ ട്രോമ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് 3 ടൈപ്പ് ട്രോമ പറഞ്ഞു. അക്യൂട്ട് ട്രോമ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മൾ പറഞ്ഞ ട്രോമേന്റെ പേരുകൾ? ഉണ്ട്. അക്യൂട്ട് ട്രോമ, ക്രോണിക് ട്രോമ, കോംപ്ലക്സ് ട്രോമ. അത് ഞാൻ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ മഴേന്റെ കാര്യം പറഞ്ഞത് കേട്ടോ. നമ്മൾ നടക്കുമ്പോൾ പെട്ടെന്ന് മഴ പെയ്യുന്നതിനെയാണ് അക്യൂട്ട് ട്രോമ. പെട്ടെന്ന് നമുക്ക് വരുന്ന ആഘാതങ്ങൾ, പെട്ടെന്ന് നമുക്ക് വരുന്ന ഒരു ഇൻസിഡന്റ്, ഒരാൾ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് വരുന്ന ചൂരൽമല അപകടം ഞാൻ പറഞ്ഞല്ലോ, ലാൻഡ് സ്ലൈഡ്, അതൊക്കെ അക്യൂട്ട് ട്രോമേന്റെ ലിസ്റ്റിൽ പെടുന്ന. പിന്നെ ക്രോണിക് ട്രോമ, കോംപ്ലക്സ് ട്രോമ. ക്രോണിക് ട്രോമ എന്ന് വെച്ചാൽ നമുക്ക് മഴയിൽ നിന്ന് കയറി പോരാൻ പറ്റില്ല, കണ്ടിന്യൂസ് ആയിട്ട് അതിൽ നടക്കേണ്ട ഒരു അവസ്ഥ, വീട്ടിൽ നടക്കുന്ന ഡൊമസ്റ്റിക് വയലൻസ്. പിന്നെ വരുന്നത് കോംപ്ലക്സ് ട്രോമ, ഒന്നിലധികം തവണകളിലായിട്ട് വരുന്ന ആഘാതങ്ങൾ. പിന്നെ നമ്മൾ ചർച്ച ചെയ്തത് വികാരിയസ് ട്രോമ, വേറൊരാൾ അനുഭവിച്ച ട്രോമ നമ്മൾ കേട്ട് കഴിയുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥ. പിന്നെ ജനറേഷണൽ ട്രോമ. ഇത്രയും ട്രോമകളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്തത്.
പിന്നെ ഈ ട്രോമ വന്നു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്ത് അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അത് നമ്മൾ ഇമോഷണലി നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ആങ്കർ ഇഷ്യൂ ആയിരിക്കും അവർക്ക്. പെട്ടെന്ന് ഭയങ്കരമായിട്ട് അവർക്കൊരു പേടി വരും, അതുപോലെ തന്നെ ദേഷ്യം വരും, പിന്നെ അവർക്ക് കുറ്റബോധം ഉണ്ടാവും, പിന്നെ എന്താ പറയുക, ഒരു വികാരവും ഇല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുന്ന കാണാം. അത് അവർക്ക് ഇമോഷണലി വരുന്ന ചേഞ്ചസ് ആണ്. പിന്നെ നമ്മൾ ഫിസിക്കലിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അനുഭവിക്കുന്നതാണ് ഉറക്കമില്ലായ്മ, അതുപോലെ തന്നെ എന്താ പറയുക, അവരുടെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും, അവർ ഭയങ്കര ഹൈപ്പർ വിജിലൻസ് ആയിരിക്കും. നമ്മൾ എന്താ പറയാ, നമ്മുടെ തലച്ചോറിൽ അമിക്കട്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. നമ്മൾ ഇതിനു മുന്നേ പല ക്ലാസ്സുകളിലും കേട്ടിട്ടുണ്ടാവും അല്ലെ. നമ്മുടെ ശരീരത്തിന് വരുന്ന അപകടങ്ങളെ നമുക്ക് പെട്ടെന്ന് എന്താ പറയാ, ആ ഒരു ഇത് വരുന്ന സ്ഥലമാണ് അമിക്കട്ല. ഈ ഒരു ട്രോമയുള്ള ആൾക്കാരിൽ അത് ഇച്ചിരി കൂടുതലായിരിക്കും. അവർക്ക് അറിയാം ഒന്നും വരുന്നൊന്നുമില്ല, അങ്ങനെയുള്ള ഒരു ഫിയർ ആയിട്ടുള്ള മൊമെന്റ് ഒന്നും വരാൻ പോകുന്നില്ല. പക്ഷെ ചില കാര്യങ്ങൾ ട്രിഗർ ആവുമ്പോൾ അവർ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതിനെയാണ് നമ്മൾ എപ്പോഴും ജാഗ്രതയോടെ ഇരിക്കുക. ഇനിയും അത് സംഭവിക്കുമോ എന്നുള്ളൊരു പേടി കാരണം അവരതിനകത്തേക്ക് ഇങ്ങനെ എന്താ പറയാ, ഭയങ്കര ടെൻഷനായിട്ടിരിക്കുന്ന അവസ്ഥ. അപ്പൊ രാത്രിയിൽ ഉറക്കം ഇല്ലാണ്ടാവും, ഹാർട്ട് ബീറ്റ് വല്ലാണ്ട് കൂടും, എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, ഒരു ഉത്കണ്ഠയോടെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നോർത്ത് പേടിച്ചിട്ടിരിക്കും. പിന്നെ അതിന്റെ മെന്റലി പറയുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലാഷ് ബാക്സ്. നമ്മൾ ആ പഴയ കാര്യങ്ങൾ ഓർക്കുമ്പം വീണ്ടും അത് സംഭവിക്കുന്ന പോലെ തോന്നുക, ആ പഴയ കാര്യങ്ങൾ ഓർത്ത് വീണ്ടും വീണ്ടും അവർ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാം അത് പണ്ട് നടന്നതാ. നമ്മളിവിടെ ക്ലാസ്സുകളിൽ പറയും പാസ്റ്റ് നമ്മൾ ഓർക്കരുതെന്ന്. പക്ഷെ ഇതൊരു ട്രോമ അനുഭവിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു മൊമെന്റിൽ നിന്ന് കെയിം ഔട്ട് ആവണമെങ്കിൽ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അപ്പൊ ആ ഒരു മൊമെന്റിൽ അവർ അനുഭവിക്കുന്ന 3 കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതിലൊന്ന് ഇമോഷണലി, ഫിസിക്കലി, പിന്നെ നമുക്ക് മെന്റലി വരുന്ന 3 ബുദ്ധിമുട്ടുകൾ. ഇത് നമ്മുടെ ശരീരത്തെ എങ്ങനെയാ ബാധിക്കുന്നത് എന്നാണ് ഇനി പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്മിക്കട്ടില എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗത്തെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. തലച്ചോറിലെ ഈ ഭാഗം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ അപകടങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പൊ അതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ട്രോമയിൽ അനുഭവിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ആ ഒരു വരുന്ന ഒരു ഷോക്ക്, അല്ലെങ്കിൽ ഈ ഒരു അമിഗ്ഡല എന്ന് പറയുന്ന ആ ഒരു സംഭവം ആക്റ്റീവ് ആകുമ്പം അവർക്ക് പെട്ടെന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിരിക്കും തോന്നുക. അല്ലെ ചിലർ അവിടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തരിച്ചു നിൽക്കും. ഇനി ഞാൻ എന്ത് ചെയ്യും, ആ ഒരു മൊമെന്റ് ആണോ പിന്നെയും വരാൻ പോകുന്നത്, അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരിക്കും അവർ നിൽക്കുന്നുണ്ടാവുക. അതിൽ ചിലർ മാത്രമായിരിക്കും ആ സിറ്റുവേഷനെ പോരാടാൻ നിൽക്കുന്നുണ്ടാവുക. ഈ ഒരു സിറ്റുവേഷൻ ഞാൻ ഓവർകം ചെയ്യണം അങ്ങനെ വിചാരിച്ച് നിൽക്കുന്നുണ്ടാവുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ ഈ ട്രോമ എഫക്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ ട്രോമയിൽ നിന്ന് കെയിം ഔട്ട് ആവാൻ വേണ്ടിയിട്ടുള്ള അതിജീവനത്തിനുള്ള വഴികളാണ് ഇനി പറയുന്നത്. എന്റെ സ്ലൈഡ് കാണുന്നുണ്ടോ? അത് സ്റ്റെക്ക് ആയിട്ടുണ്ടോ എന്ന് പറയാമോ? ഓക്കെ, എനിക്ക് ഇവിടെ സ്റ്റെക്ക് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അതിജീവനത്തിനുള്ള വഴികൾ നമുക്ക് പറയാൻ പറ്റുന്ന, ഫസ്റ്റ് ഓഫ് ഓൾ പറയാൻ പറ്റുക തെറാപ്പികളാണ്. നമുക്ക് കൗൺസിലിങ്ങിന് പോവാം. അങ്ങനെ നമുക്കറിയാവുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റിലും ഉണ്ടെങ്കിൽ അവരെ നമുക്ക് നല്ലൊരു തെറാപ്പിസ്റ്റിനെ കാണിക്കാം. അവരുടെ നിരന്തരമായിട്ടുള്ള കൗൺസിലിങ്ങിലൂടെ നമുക്ക് അവരെ അവരുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതാണ് ഒരു ഓപ്ഷൻ. പിന്നെ ഉള്ളത് അവർക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാം. ഈ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക എന്ന് പറയുമ്പം ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് നല്ലത് വരണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരോട് മാത്രം നമ്മൾ ഓപ്പൺ അപ്പ് ആവുക. നമുക്കൊരു പ്രശ്നം വന്നു കഴിയുമ്പോൾ, അതിപ്പോ ട്രോമയാണേലും എന്ത് പ്രശ്നമാണെങ്കിൽ പോലും ചുറ്റുമുള്ള എല്ലാവരോടും നമുക്കത് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് അത്രയും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു കുടുംബാംഗം, അതായത് അതല്ലാത്ത ഒരാളിലേക്ക് നമ്മുടെ ഇങ്ങനത്തെ ഇഷ്യൂസുകൾ നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരിൽ നിന്ന് അത് മറ്റൊരാളിലേക്ക് എത്താം. അങ്ങനെ എത്തിക്കഴിഞ്ഞു കഴിയുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അത് വേറൊരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അങ്ങനെ അത് നമ്മുടെ ഇടയിലേക്ക് വീണ്ടും അത് കറങ്ങി തിരിഞ്ഞു വരും. അല്ലെങ്കിൽ ഒരു ക്രൗഡിന്റെ മുന്നിൽ വെച്ചിട്ട് കുറച്ച് ആൾക്കാർ കൂടി നിൽക്കുമ്പോൾ അവരത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ട്രോമയിലുള്ള ആൾക്കാർക്ക് ഇത് വേറൊരു ട്രോമയായി മാറും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അത്രയും വിശ്വസ്തനായ ഒരാളോട് ഷെയർ ചെയ്യുക. അവർക്ക് നമുക്ക് നല്ല സജഷൻസ് തരാൻ പറ്റുന്നവരായിരിക്കണം. ഇനി സജഷൻസ് തന്നില്ലെങ്കിൽ പോലും നമ്മളെ കേട്ടിരിക്കാൻ പറ്റുന്ന ആൾക്കാരായിരിക്കണം. ഈ 2 ഓപ്ഷനുകളാണ് ഉള്ളത്. പിന്നെ നമ്മൾ പറയുന്നത് പോലെ തന്നെ മെഡിറ്റേഷൻസ്, ധ്യാനം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ ട്രോമയിലൂടെ കടന്നു പോകുന്ന ഒരാൾക്കാർ ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുന്നു, അവര് ധ്യാനം, യോഗ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ട്രോമയിൽ നിന്നും തിരിച്ചു വരാൻ പറ്റുന്നതാണ്.
പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ചെയ്യാം, അല്ലെ ജിമ്മിൽ പോവാം. അതായത് ഈ ഒരു നടന്ന സംഭവത്തെ തന്നെയായിരിക്കും അതുവരെ അവർ ഓർത്ത് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഡെയിലി നമ്മളെ എൻഗേജ്ഡ് ആക്കാം. മെഡിറ്റേഷൻ, യോഗ, അല്ലെങ്കിൽ എക്സസൈസ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ്, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഈ ട്രോമയിൽ നിന്ന് അവർക്ക് തിരിച്ചു വരാൻ പറ്റുക. പക്ഷെ ഇതൊരു ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടി വരും. അപ്പൊ ഇത്രയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതല്ലാതെ പിന്നെ എനിക്ക് ഹൈലൈറ്റ് ചെയ്യാൻ തോന്നുന്ന കുറച്ച് പോയിന്റ്സ് എന്താണെന്ന് വെച്ചാൽ, ഇതൊരിക്കലും നമുക്കൊരു തെറ്റിദ്ധാരണയിലേക്ക് പോകരുത്. ഇത് ഈ ക്ലാസ്സിന് ശേഷം നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് എല്ലാ പെയിൻസും ട്രോമയാന്നുള്ളത്. എല്ലാ പെയിൻസും ട്രോമയല്ല. നമുക്ക് പെയിൻ രണ്ട് തരത്തിലുണ്ട്. നമ്മളൊരു മനുഷ്യനായതുകൊണ്ട് തന്നെ നമുക്ക് പെയിൻ എപ്പോഴും ഉണ്ടാവും. നമ്മുടെ എക്സ്പെക്ടേഷന് വിപരീതമായിട്ട് എന്തെങ്കിലും നടന്നാൽ, അല്ലെങ്കിൽ നമ്മളെ ഡിസപ്പോയിന്റഡ് ആക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നടന്നാൽ, അതൊക്കെ നമുക്ക് പെയിൻഫുൾ ആണ്. ആ പെയിനെ ഒരിക്കലും നിങ്ങൾ ട്രോമയായിട്ട് കാണരുത്. പെയിൻ എന്ന് പറയുമ്പം നമ്മൾ വേറൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് റിക്കവർ ആവാൻ പറ്റും. അതാണ് സാധാരണ പെയിൻ. പക്ഷെ നമ്മൾ ഈ ട്രോമ എന്ന് പറയുമ്പം ആ പെയിൻ അവിടെ തീരൂല. ആ പെയിൻ ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. നമുക്കത് ഒരിക്കലും ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാതെ അതൊരു സ്റ്റെക്കാണ്. അവരുടെ ലൈഫിൽ ആ സ്റ്റെക്ക് ആയിരിക്കുകയാണ്. കാരണം ആ ഒരു പെയിൻ അവരിങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അവർക്ക് ഉറങ്ങാൻ പറ്റില്ല. അവർ ഒരു നോർമൽ സിറ്റുവേഷനിലൂടെ നടന്നു പോകുമ്പോഴും അവരെ ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം അവരെ ട്രിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അവരവിടെ സ്റ്റെക്കായി പോകും. അതൊരു പെയിനാണ്. ആ പെയിനെയാണ് നമ്മൾ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു ലൂപ്പിലൂടെ കടന്നു പോകുന്ന നമ്മുടെ ലൈഫിൽ സ്റ്റെക്ക് ആക്കി കളയുന്നതിനെയാണ് നമ്മൾ ട്രോമ എന്ന് പറയുന്നത്. അതുകൊണ്ട് നോർമൽ പെയിനെ ആരും ട്രോമയായിട്ട് കാണരുത്. ഈ പെയിനുകൾക്കൊക്കെ ഒരു ബൗണ്ടറി ഉണ്ട്. നോർമൽ പെയിനിന്റെ ബൗണ്ടറിയാണ് നമ്മളൊരു കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പി ആക്കുന്ന എന്തെങ്കിലും കാര്യം ചെയ്താൽ ആ പെയിൻ അവിടെ പോകും. അതാണ് നോർമൽ പെയിൻ. പിന്നെ പറയുന്നത് ട്രോമേന്റെ പെയിനാണ്. ആ പെയിൻ നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. അതിനാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരുപാട് കൗൺസിലിങ്ങുകൾ, തെറാപ്പികൾ, പിന്നെ എന്താ പറയുക, ഫിസിക്കൽ ആക്ടിവിറ്റീസ്, നമ്മുടെ യോഗ, മെഡിറ്റേഷൻ, അതൊക്കെ ചെയ്ത് കുറച്ച് കാലം നമ്മൾ വെയിറ്റ് ചെയ്താൽ മാത്രമേ ട്രോമ പോവുള്ളൂ. ട്രോമ എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ഓവർലോഡ് എന്ന് നമുക്ക് പറയാം. എന്താ പറയാ, ആ പെയിൻ അവർക്ക് ഒരുപക്ഷെ ഫീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർ കംപ്ലീറ്റ്ലി സ്റ്റെക്ക് ആയിരിക്കും അവരുടെ ലൈഫിൽ. പക്ഷെ മറ്റേ പെയിൻ എന്ന് പറയുന്നത് നമുക്ക് കരയാൻ പറ്റും. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നടന്നാൽ അതോർത്ത് നമുക്ക് കരയാൻ പറ്റും. ട്രോമയിലൂടെയുള്ള പല ആൾക്കാർക്കും ഒരുപക്ഷെ കരയാൻ പറ്റണമെന്നില്ല. ഇപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ എടുക്കാം. റിലേഷൻഷിപ്പിലായിരുന്ന രണ്ടുപേര് ബ്രേക്കപ്പ് ആയി. ആ ബ്രേക്കപ്പിൽ ഒരാള് പെട്ടെന്ന് തന്നെ അവർ വേറെ ആക്ടിവിറ്റീസിലേക്ക് ഇൻവോൾവ് ആയി, അവരതിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ ആയി കയറി വന്നു. അതൊരു സിറ്റുവേഷൻ. പിന്നെ വേറൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ആ രണ്ടാമത്തെ ആൾക്ക് ഈ സിറ്റുവേഷനിൽ നിന്ന് തിരിച്ചു കയറി വരാൻ പറ്റുന്നില്ല. ഇവർ ഡെയിലി ഇതിൽ സ്റ്റക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഇത് കൂടുതൽ പെൺകുട്ടികളിലും ആൺകുട്ടികളിലും, ഇങ്ങനെ ജെൻസ് ഫീമെയിൽ അങ്ങനെയൊന്നുമില്ല. അത് എല്ലാവരിലും ഒരുപോലെ തന്നെ ചിലപ്പോൾ കാണപ്പെടും. ചിലർ പെട്ടെന്ന് റിക്കവർ ആവും. അത് ഓരോരുത്തരുടെ ഒരു മെന്റൽ ഹെൽത്ത് എന്ന് നമുക്ക് അതിനെ വേണേൽ പറയാം. അപ്പൊ രണ്ടാമത്തെ ആൾ ഇതിൽ തന്നെ നിൽക്കുകയാണ്. ഇവര് പഴയ ഇൻസിഡന്റും എല്ലാം ഓർത്ത് ഡെയിലി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. പല ആൾക്കാരുണ്ട്. ഇപ്പൊ ഞാൻ ഇതിന് ഈ ക്ലാസ് എടുക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരോട് സംസാരിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം, അവർ ഉറങ്ങാറില്ല. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് രാത്രി ഉറക്കം വരില്ല. അവര് പോലും അറിയാതെ അവർ കരഞ്ഞുകൊണ്ടിരിക്കും മാസങ്ങളോളം. ചിലപ്പോൾ 6 മാസം എടുക്കാം, ചിലപ്പോൾ 3 മാസം എടുക്കാം, ചിലപ്പോൾ അത് വർഷങ്ങൾ എടുക്കുന്നവരുണ്ടാവും. അവരുടെ ലൈഫിൽ ആ സംഭവിച്ചതോർത്ത് അവരിങ്ങനെ സ്റ്റെക്കായി വിഷമിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഓപ്പോസിറ്റിലുള്ള ആള് ഓൾറെഡി അതിൽ നിന്ന് റിക്കവർ ആയിട്ടുണ്ടാവും. അവരത് വേറെ ലൈഫിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇതാണ് രണ്ട് നല്ല ബെസ്റ്റ് എക്സാമ്പിൾ എനിക്കിപ്പോൾ പറയാൻ പറ്റുക. ഒരാൾക്ക് ജസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു, അവരതിൽ നിന്ന് റിക്കവർ ആയി. മറ്റേ ആൾ ആ പെയിനിൽ തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ ഈ ട്രോമ എന്ന് പറയുന്നത് അതൊരു, നമുക്ക് എന്താ പറയുക, റിവൈസ് ദി ബ്രെയിൻ എന്ന് വേണേൽ പറയാം. നമുക്ക് എപ്പോഴും ഒരു ഭയം തോന്നുന്ന ഒരു അവസ്ഥ, ഒരു ഉത്കണ്ഠ തോന്നിയ അവസ്ഥ. അതിന് പ്രത്യേകിച്ച് റീസൺ ഉണ്ടാവില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നമ്മളെ ട്രിഗർ ചെയ്തായിരിക്കും. ഇതൊരു പാറ്റേൺ ആയിട്ട്, ഇതൊരു ലൂപ്പായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കും. പിന്നെ എന്താ പറയാ, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ മുറിവുകൾ ഉണ്ടാവും. ആ മുറിവുകള് നമുക്ക് ഉണക്കാൻ പറ്റാതിരിക്കുമ്പോൾ, കാലങ്ങളോളം നമ്മുടെ കൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അതിനെ നമുക്ക് ട്രോമ എന്ന് പറയാം. ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ കാര്യം, ഈ ക്ലാസ് ആർക്കും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് പോകരുത്. നമുക്ക് എല്ലാ പെയിനും ട്രോമയല്ല. നമുക്ക് എല്ലാവർക്കും പെയിൻ ഉണ്ടാവും, പക്ഷെ അതിനൊന്നും നിങ്ങൾ ട്രോമയായിട്ട് കാണരുത്. ട്രോമ എന്ന് പറയുമ്പം അത് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ വേറൊന്നും ചെയ്യാൻ വിടാതെ നമ്മളെ സ്റ്റെക്കാക്കി വെക്കുന്ന ഒരു ഇമോഷനാണ്. എല്ലാവർക്കും പെയിൻ ഉണ്ടാവും, അത് നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ട്രോമ മൂലം നടക്കുന്ന മുറിവുകൾ, അതിങ്ങനെ നമ്മൾ അതിനെ എപ്പോഴാണോ അഡ്രസ്സ് ചെയ്യുന്നത് അതുവരെ അതിങ്ങനെ നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ നിങ്ങളുടെ ചുറ്റിൽ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ട് ട്രോമ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര്, അല്ലെ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ട്രോമയിലൂടെയാണ് കടന്നു പോകുന്നത്. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പെയിൻ ആണെങ്കിൽ അത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക. അങ്ങനെയുള്ള കേസുകളിൽ
എപ്പോഴും നമ്മളൊരു പ്രൊഫഷണൽസിന്റെ സഹായമാണ് എടുക്കേണ്ടത്. അപ്പൊ ഞാൻ ഒരിക്കലും ഇതിനകത്തൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആളല്ല. ഈ ഒരു ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ഞാൻ ശേഖരിച്ച കുറച്ച് വിവരങ്ങൾ, സംസാരിച്ച കുറച്ച് ആൾക്കാർ, അവരിൽ നിന്നും കിട്ടിയ ഇൻഫർമേഷൻ, പിന്നെ ഗൂഗിളിൽ നിന്നും കിട്ടിയ ഇൻഫർമേഷൻസ് ആണ് ഞാൻ നിങ്ങളോട് ഇവിടെ ഷെയർ ചെയ്തത്. ഈ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ നമുക്കിതൊരു ഓപ്പൺ ഡിസ്കഷൻ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. കാരണം എനിക്കറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ, ഞാനിവിടെ പറയാൻ വിട്ടുപോയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്കിവിടെ ഹൈലൈറ്റ് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഓൾ. താങ്ക് യു ശ്രീഷ്ണ. നല്ലൊരു സബ്ജക്റ്റ് ആയിരുന്നു കേട്ടോ ചൂസ് ചെയ്ത്. ട്രോമാസിനെ കുറിച്ച് ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ മോളെ. അപ്പൊ ഈ ട്രോമാസ് ഇങ്ങനെ കുറെ വേദനകളുടെ കാര്യം പറഞ്ഞല്ലോ, അപ്പം ഇതിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നവരെയാണോ ഉദ്ദേശിച്ചത് ആ ഒരു ടോപ്പിക്ക്? ഇങ്ങനെയുള്ള ഈ വേദനകളിൽ നിന്നുകൊണ്ട്, ഈ പ്രതിസന്ധികളിൽ നിന്നുകൊണ്ട് ഉറച്ച കാൽവെപ്പുകളോടുകൂടി മുന്നോട്ട് പോകുന്നവർ, അതാണോ ഈ അതെ, അത് തന്നെയാണ് ഷൈമിന മാം. കാരണം അവരുടെ സ്ട്രഗിൾസ് എപ്പോഴും സൈലന്റാ. ട്രോമയിലുള്ള ഒരാൾക്കും എനിക്ക് ട്രോമ ഉണ്ടെന്ന് പറയാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. കാരണം നമ്മുടെ നാട്ടിലെ ഒരു എന്താ പറയുക സിറ്റുവേഷൻ നമ്മൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. സൈക്കോളജിസ്റ്റും ഉണ്ട്, സൈക്കാട്രിസ്റ്റും ഉണ്ട്. പക്ഷെ ഇന്നും ആൾക്കാർക്ക് ആ രണ്ടിന്റെ ഡിഫറൻസ് അറിയില്ല. ട്രോമയിലുള്ള ആൾ പോയി കാണുന്ന സൈക്കോളജിസ്റ്റിനെ ആയിരിക്കും. ഇത് മറ്റൊരാൾ കാണുമ്പം അവരവിടെ മുദ്ര കുത്തപ്പെടുന്നത് ഓക്കെ ഇവർക്ക് മെന്റലാണ് അല്ലെ ഭ്രാന്തുള്ള ഒരാളാണെന്നാണ്. അതുകൊണ്ട് തന്നെ ഇതാരും പുറത്തു പറയാൻ ഇഷ്ടപ്പെടില്ല. നമ്മൾ സൈലന്റ് സ്ട്രഗിൾസിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. പക്ഷെ നമ്മുടെ സ്റ്റെപ്സ് എപ്പോഴും സ്ട്രോങ് ആയിരിക്കും. അതിൽ നിന്ന് പുറത്തു വരുന്ന ഒരാള്, ഇതെല്ലാം തരണം ചെയ്ത് പുറത്തു വരുന്ന ഒരാളെന്ന് പറയുന്നത് അവർ അത്രയും സ്ട്രോങ് ആയിരിക്കും. അവരവരുടെ ലൈഫിൽ ചെറിയൊരു കാര്യമല്ല ചെയ്തിട്ടുള്ളത്, വലിയൊരു അച്ചീവ്മെന്റ് ആണ് അവർ നേടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ടോപ്പിക്കിന് സൈലന്റ് സ്ട്രഗിൾസ് ആൻഡ് സ്ട്രോങ്ങർ സ്റ്റെപ്സ് എന്ന് പേര് കൊടുത്തത്. അവർക്ക് ഭയങ്കരമായ ഉൾക്കരുത്തുണ്ടാകും അല്ലേ? റെസിലിയൻസ്, ഭയങ്കര ഉൾക്കരുത്തായിരിക്കും അങ്ങനെയുള്ള ആ ഒരു അവര് പറയും വ്യക്തികൾക്ക്. അതായത് ചിലർ പറയാറില്ല ഇത് കൂടുതൽ എന്ത് അനുഭവിക്കാനാ, കാരണം അവർ അതിന്റെ മാക്സിമം അനുഭവിച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അതാ ഞാൻ പറഞ്ഞത് ചൂരൽമലയിലെ ആ ഒരു ഇൻസിഡന്റ്, അതില് ഇപ്പോഴും ആൾക്കാരുണ്ടാവുമല്ലോ, ഒരു ഫാമിലി തന്നെ ഒറ്റപ്പെട്ടു പോയവര്, അല്ലെ കുടുംബാംഗങ്ങൾ മൊത്തം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. കൺമുന്നിൽ തന്നെ നമ്മുടെ കൂടപ്പിറപ്പിന്റെ മരണം കാണേണ്ടി വന്നത്, ഒന്ന് രക്ഷിക്കാൻ പോലും പറ്റാതെ പോയത്. അവരൊക്കെ ഭയങ്കര ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത്. അതിൽ നിന്ന് അവർ പുറത്തു വന്ന് ഇനി അവരുടെ ലൈഫിൽ എന്ത് പേടിക്കാനാണ്? അവരുടെ ലൈഫിൽ നിന്ന് എല്ലാം പോയതല്ലേ ഒരിക്കല്. അവരുടെ വീടും കുടുംബവും ഒക്കെ നഷ്ടപ്പെട്ട ഒരാൾക്കാർക്ക്, മരണത്തിൽ നിന്ന് തിരിച്ചു വന്ന ആൾക്കാർക്ക് ഇനി അവർക്കൊന്നും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഇനി ലൈഫിൽ എന്ത് റിസ്ക് എടുക്കാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. നല്ലൊരു സബ്ജക്റ്റ് ആയിരുന്നു മോളെ. ഏറ്റവും കൂടുതലായ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, മഴ. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു മഴയുടെ ആ ഒരു ഉദാഹരണം പറഞ്ഞത്. സിമ്പിൾ ആയിട്ട് അത് പറഞ്ഞ് നമുക്കത് അപ്പൊ മനസ്സിലാവും പെട്ടെന്ന് നമ്മൾ കടന്നു പോകുന്ന ആ ഒരു സാഹചര്യം. താങ്ക് യു മോള്, താങ്ക് യു. താങ്ക് നമ്മുടെ യു. ഫീഡ്ബാക്ക് സെഷനാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും ചോദിക്കാം. എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിച്ച് പറയാം. ചോദിച്ചോളൂ. ഗുഡ് മോർണിംഗ് മാം. നല്ലൊരു ക്ലാസ്സിലിരിക്കുന്ന പോലെയാ തോന്നിയത്. ഒരു ഒരു ടീച്ചേഴ്സിന് ഒരു ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നമുക്ക് എന്ത് ഫീലിംഗാണ് ഉണ്ടാവുന്ന ആ രീതിയിലാണ് ഈ ക്ലാസ് മനസ്സിലായത്. പിന്നെ ഈ ട്രോമ എന്ന് പറയുന്നത് പക്ഷെ ഇപ്പോഴായിരിക്കും ഇതിനെക്കുറിച്ച് കൂടുതലെല്ലാം ചർച്ച ചെയ്യുന്നത്. പണ്ടൊന്നും ഇതൊന്നും പുറത്ത് പറയാറില്ല. കാരണം ഒരു കുട്ടിക്ക് ഒരു വീട്ടിലൊരു പീഡനം ഉണ്ടായാൽ അത് പുറത്ത് പറയാതെ അടക്കി പിടിച്ചിരിക്കാൻ കുടുംബക്കാരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് പക്ഷെ ജീവിതത്തിൽ അവസാനം വരെയും അവരുടെ ജീവിതത്തെ അത് വേട്ടയാടുന്നതായിരിക്കും. അങ്ങനെ ഒരു ഇതിലൂടെ പോവാത്തവരായിട്ട് അധികവും കാണില്ല. നമ്മുടെയൊക്കെ കുടുംബത്തിലും ഉണ്ടാവണം ഇതുപോലെയെല്ലാം മനസ്സിലിങ്ങനെ അടക്കി പിടിച്ച് അവസാനം കുടുംബജീവിതവും ആകെ പോയി. പക്ഷെ ഇപ്പോഴാണ് ഈ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ഞാൻ സ്കൂളിൽ ജോലി ചെയ്യുന്ന പല കുട്ടികൾക്കും ഇതുപോലെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ചികിത്സിക്കാൻ രക്ഷിതാക്കളും തയ്യാറാവില്ല, പുറത്തു പറയാൻ ടീച്ചേഴ്സും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കില്ല. പക്ഷെ ജീവിതത്തിൽ അവർ ഒരുപാട് പിന്നെ പോകുമ്പോൾ പുറമേ കാണുമ്പോൾ അവർക്ക് വലിയ പ്രശ്നമൊന്നും കാണില്ല. പക്ഷെ അവരുമായിട്ട് അടുക്കുമ്പോഴാണ് ഇങ്ങനെ ട്രോമയാണ് ഇവർക്ക് ഉണ്ടാവുന്നതെന്ന്. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. താങ്ക് യു മാഡം. ഇതിന്റെ ചെറിയ വേറൊരു കാര്യം പറയാനുള്ളത്, ഒരു റിയൽ ഇൻസിഡന്റ് ആണ്. എൻ്റെ ഒരു ഫ്രണ്ടിന് നേരിട്ട ഒരു ഇഷ്യൂ ആണ്. നമുക്കത് നോക്കുമ്പോൾ പുറമേ നോക്കുമ്പോൾ ട്രോമ ആയിട്ട് തോന്നൂല. അപ്പൊ ആള് ഞാനൊക്കെ കോളേജിൽ നിന്ന് ഒരുമിച്ച് പഠിച്ചു വന്നു. പക്ഷെ ജോലി കിട്ടിയപ്പോൾ ഞങ്ങൾ രണ്ടിടത്തായി പോയവരാണ്. അപ്പൊ ആള് ജോലിക്ക് കയറിയ സ്ഥലത്ത് ഒരു 90% മലയാളീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ആളുടെ അച്ഛൻ മരിച്ചു പോയതാണ്.
ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അച്ഛൻ മരിച്ചുപോയി. അപ്പൊ അമ്മ ഒറ്റയ്ക്ക് ലോൺ എടുത്ത് പഠിപ്പിച്ച് വളർത്തിക്കൊണ്ട് വന്നൊരു കുട്ടിയാണ്. അപ്പൊ ഈ കൂട്ടത്തിലുള്ള ആൾക്കാര് എപ്പോഴും കൂട്ടി നടക്കുന്ന ഈ കൊളീഗ്സ് ഇപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവളിങ്ങനെ കുത്തി കുത്തി സംസാരിക്കും. നിനക്ക് അച്ഛനില്ലാത്തതുകൊണ്ടാണ് നിന്റെ അമ്മ എപ്പോഴും നിന്നെ വിളിക്കുന്നത്. നിനക്ക് അച്ഛനില്ലാത്തതുകൊണ്ട് നിന്റെ ലൈഫ് ഇനി എന്താവും, ഒരു മാരേജ് നടക്കുമോ? ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ കുട്ടി കേട്ടോണ്ടിരിക്കുകയാണ്. കാര്യം 21-22 ഒക്കെ ആയ ആളാണെങ്കിൽ പോലും ഇത് ഡെയിലി കേട്ടോണ്ടിരുന്നിരുന്ന ആൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ഒരു 1-2 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും കാണാനിടയായി. ഞങ്ങൾ ഒരുമിച്ച് സ്റ്റേ ചെയ്യാനിടയായപ്പോൾ എന്റെ വീട്ടിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു മടിയും കൂടാതെ എടുക്കുന്നു, സംസാരിക്കുന്നു. ദിവസവും വിളിക്കും, അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ വിളിക്കും. ഫ്രണ്ട്സിന്റെ ഇടയ്ക്കാണെങ്കിൽ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഈ ആൾക്ക് ഫോൺ എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഇവരുടെ ഫ്രണ്ട്സ് പറഞ്ഞ് ധരിപ്പിച്ചേക്കുന്നത് ഇവൾക്ക് അച്ഛനില്ലാത്തതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത്, ഇവള് വഴിതെറ്റി പോകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ആ ടെൻഷനിലാണ് അമ്മ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ആൾക്ക് ഫോൺ എടുക്കാൻ വരെ ഒരു മടിയായി തുടങ്ങി. ഇനി അവരങ്ങനെ വിചാരിക്കുവോ, അതുപോലെ തന്നെ എന്റെ ലൈഫ് ഇനി പോവോ, ഭയങ്കര മോശമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവരിങ്ങനെ പറഞ്ഞു കൊടുത്തു. നാട്ടിൽ അച്ഛനില്ലാത്ത കുട്ടികളെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന അവര് നമ്മളിങ്ങനെ ബാഡ് വേർഡ് ആയിട്ട് യൂസ് ചെയ്യലോ, പാണ്ടികൾ, അവരായിരിക്കും കല്യാണം കഴിക്കുക. നിന്നെ ആരാ കല്യാണം കഴിക്കുക, നിങ്ങൾ എന്താ പറയുക, ഇതിന് മാത്രം ക്യാഷ് ഉള്ള എടുത്തയാണോ? ഇതൊക്കെ കേട്ട് കേട്ട് ആളൊരു 2 വർഷം എനിക്ക് തോന്നുന്നു ആ ഒരു ഗ്യാങ്ങിൽ നിന്നു. ആ 2 വർഷം കൊണ്ട് ആളുടെ ചിന്താഗതി മൊത്തം മാറി. മൊത്തം അവരെ ഡിപ്പെൻഡ് ചെയ്ത് അവര് നോ എന്ന് പറയുന്ന കാര്യം ഈ ആള് അതും നോയാണെന്ന് എടുക്കാൻ തുടങ്ങി. ഒന്ന് തിരിച്ച് ചിന്തിക്കാനുള്ള കഴിവില്ലാത്ത രീതിയിലേക്ക് അവരെ ആക്കിയെടുത്തു. ഇതൊരു കുഞ്ഞു കുട്ടിയായിരുന്നില്ല, 18 വയസ്സിന് മുകളിലുള്ള ഒരാളായിരുന്നു. അപ്പൊ കുട്ടികളിൽ മാത്രമല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക്, ഒരു അഡൾട്ട് ആയ ആളിൽ വരെ ചേഞ്ചസ് വരുത്താൻ പറ്റും. നമ്മളെ എന്താ പറയുക, റോങ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ബി മാജിക്കിലുള്ളവർക്കറിയാം നമ്മളുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനും നമ്മുടെ ചിന്തകളെ നമുക്ക് നമ്മുടെ പരിധിക്ക് നിർത്താനും അറിയാം. പക്ഷെ അതറിയാത്ത ഒരുപാട് പേര് ഇപ്പൊ നമ്മുടെ പുറത്തുണ്ട്. ഇതൊരു എക്സാമ്പിൾ ആയിരുന്നു. പിന്നെ ഞങ്ങളിരുന്ന് സംസാരിച്ചത് അങ്ങനെയല്ല. നമ്മളെ നമ്മുടെ വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട്, അത് അവർക്ക് നമ്മുടെ സൗണ്ട് കേൾക്കാൻ തോന്നുമ്പോഴായിരിക്കും അവർ വിളിക്കുക. കാരണം നമ്മൾ ഇവിടെ ദൂരെയാണുള്ളത്. ഒരുപക്ഷെ എടുക്കാതിരിക്കുമ്പോൾ അവർ ടെൻഷൻ അടിക്കുന്നുണ്ടാവും. അന്നേരം എടുത്ത് സംസാരിച്ചാൽ മതി. പിന്നെ അച്ഛനില്ല എന്നുള്ളതൊരു കുറവല്ല, അത് സംഭവിച്ചു പോയി ജീവിതത്തിൽ. ആ അച്ഛനില്ലാത്ത കുട്ടീനെയാണ് ആ അമ്മ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചു, ജോലി ചെയ്തു, കല്യാണത്തിന് വേണ്ട സ്വർണ്ണമെല്ലാം ഒരുമിച്ച് അമ്മയും മോളും ഒരുമിച്ച് വീണ്ടും സമ്പാദിച്ചു. ഒരുപാട് സ്വർണ്ണമുള്ള ഒരു കുട്ടിയായിരുന്നു. അച്ഛന്റെ മരണശേഷം വീട്ടിൽ വന്ന ബാധ്യതകൾ തീർക്കാൻ അതെല്ലാം വിൽക്കേണ്ടി വന്നവരാ. അതിനുശേഷം അവർ ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്ത് അവർ ഒറ്റയ്ക്ക് പോരാടിയാണ് അത് മുഴുവൻ തിരിച്ചെടുത്തത്. ഇതെല്ലാം തിരിച്ച് പറഞ്ഞു കൊടുത്തപ്പോഴാണ് അവള് തന്നെ എത്ര കരുത്തുള്ള ഒരു സ്ത്രീയാണെന്ന് മനസ്സിലായത്. പക്ഷെ നമ്മുടെ അടുത്തുള്ള ഒരു റോങ് ആയിട്ടുള്ള പീപ്പിൾസ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടെങ്കിൽ നമ്മളെ ഡൗൺ ആക്കാനും അവർക്ക് പറ്റും. ഇത് വേറൊരു രീതിയിൽ അവരുടെ ലൈഫിൽ ഒരു ട്രോമയായിട്ട് കിടക്കും. അപ്പോൾ ഈ ഒരു ആളെന്ന് പറയുന്നത് അവർക്ക് ആരെ ഇഷ്ടമല്ലാണ്ടായി. എല്ലാവരും, ഈ സമൂഹത്തിലുള്ള എല്ലാവരും എന്നെ കുറ്റപ്പെടുത്താനും എന്താ പറയാ, നമ്മൾ ഉപദ്രവിക്കാനും ഉള്ള ഒരാൾക്കാരാണെന്ന്. അതിനുശേഷം കോവിഡിനൊക്കെ ആ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു സൂംബ ക്ലാസ്സിൽ പോയി ജോയിൻ ചെയ്തു. അവിടെ നമ്മൾ ഒരുപാട് ഹെൽത്തി മൈൻഡഡ് ആയിട്ടുള്ള പീപ്പിൾസിനെ കണ്ടു, ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ പറയുന്നത്, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് ഈ കുട്ടി തിരിച്ചറിഞ്ഞത് നമ്മുടെ സമൂഹത്തിൽ നല്ല ആൾക്കാരും ഉണ്ടെന്ന്. ഒരുപക്ഷെ അങ്ങനെ ഞങ്ങൾ പുറത്ത് വേറൊരു സർക്കിളിൽ ഒരുമിച്ച് പോയില്ലായിരുന്നെങ്കിൽ ആ ആൾ ഇന്നും വിശ്വസിച്ചേനെ നമ്മുടെ ചുറ്റിലുള്ള എല്ലാവരും മോശമാണ്, നമ്മളെ എന്താ പറയുക, ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കും, നമ്മളെ കളിയാക്കും. അപ്പൊ ആ ഒരു ഇൻസിഡന്റ് എനിക്ക് പെട്ടെന്ന് മേഘാമ്മ പറഞ്ഞപ്പോ ഓർമ്മ വന്ന, കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോ. മാജിക് മണി മാജിക് നല്ലൊരു ടോപ്പിക്കാണെന്നത്. കാരണം അത് നമ്മുടെ ലൈഫിൽ എപ്പോഴും എല്ലാവർക്കും വരാൻ സാധ്യതയുള്ളൊരു ഇതാണ് ഈ വിഷയം. നല്ല ഒരു ഉദാഹരണം സഹിതം ഈ ക്ലാസ് കേൾക്കാൻ പറ്റി. ഒരു കാര്യം, അതിൻ്റെ 3 ഉദാഹരണമാണ് മഴയത്തുള്ള സംഭവം. അതും നല്ലൊരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റി. തുടർന്നും ഇതുപോലത്തെ ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ശരിക്കും നമ്മളും അടുത്ത കൃഷ്ണ ആൾ മാം, പറഞ്ഞു. മാജിക് മണി മാജിക് മോർണിംഗ് സർ. നന്നായിരുന്നു. നല്ല മേഘമാൻ പറഞ്ഞ മാതിരി നല്ലൊരു ബോധവൽക്കരണ ക്ലാസ് തന്നെയായിരുന്നു. നല്ല സുഖമായിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ട്രോമ എന്താണെന്നും അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാൻ പറ്റും എന്നുള്ളതും, ആരെ കൗൺസിലിംഗ് വേണ്ട സ്ഥലത്ത് കൗൺസിലിങ്ങിന്റെ അത്യാവശ്യം ഉണ്ട് എന്നുള്ളതും മനസ്സിലായി. അപ്പോൾ നമ്മൾ ഈ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും നമ്മൾ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന പല കാര്യങ്ങളുണ്ട്. നമ്മളെ കയ്യിലല്ല അതൊന്നും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നിരന്തരം ഇങ്ങനെ ആൾക്കാരോട് കൂടി റിലേഷൻഷിപ്പിലോ മറ്റു പല സ്ഥലത്തോ പോകുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പല പ്രകൃതി നാച്ചുറൽ ആയിട്ട് വരുന്ന തന്നെ ആഘാതങ്ങൾ
നമ്മളെ ഇതായി മാം പറഞ്ഞ പോലെ ചുരന്മലയിലെ കാര്യങ്ങളും വേറെ പല സ്ഥലത്തും അങ്ങനെ ഉണ്ടാകാറുണ്ട്. അപ്പം ആ മഴേന്റെ എക്സാമ്പിൾ വളരെ നന്നായിരുന്നു. നമ്മൾ അക്യൂട്ടായിട്ട് ക്രോണിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശരിക്ക് പറഞ്ഞാൽ ചിലരെല്ലാം നിരന്തരമായിട്ട് ഇങ്ങനെ ഉണ്ടാകും. നമ്മൾ പറയാറുണ്ട് പണ്ട് ഇടിവെട്ടി ആളെ പാമ്പ് കടിച്ചു എന്നൊക്കെ പറഞ്ഞ പോലെ ആ ഒരു ഇടക്കിടക്ക് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നുള്ളതാണ് ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയിനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. മറ്റത് ഒരു അവസരത്തിൽ തന്നെ ഇത് പറഞ്ഞ പോലെ ഒരു സിംഗിൾ ഇൻസിഡന്റ് തന്നെ ഒരാളെ ലൈഫ് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന്റെ ലൈഫെ മാറ്റിമറിക്കുന്ന ഒരു കാര്യങ്ങളാണ്. വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് വരിക. എന്തെങ്കിലും നമ്മൾ അറിയാതെ തന്നെ നമ്മൾ വിചാരിക്കാതെ ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ കാര്യങ്ങൾ വരുമ്പോൾ വരുന്നതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ആള് പണ്ട് ആ ബ്രാഞ്ചിലുള്ള ആളാണ്, പറഞ്ഞു കേട്ടതാണ്. ബോംബെയിലേക്ക് ട്രാൻസ്ഫർ ആയി പോയി അവിടെ ജോലിയിലെല്ലാം കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ നിർഭാഗ്യവശാൽ ഒരു കൊലപാതകത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അറിയാതെ ആ സന്ദർഭത്തിൽ അയാൾ ആ മുന്നിൽ പെട്ടുപോയി. അതില് പിന്നെ അവർക്ക് പോലീസിന്റെ നിരന്തരം ഇത് സാക്ഷിയാകാനും മറ്റേ അതായത് സ്മഗ്ലേഴ്സ് ആരോ ആണ് അവരെ ഒരു പേടിപ്പെടുത്തലും ഒക്കെ കൂടി ഉണ്ടായി. അവസാനം ഒരു ഈ പറഞ്ഞ പോലെ താങ്ങാൻ പറ്റാതെ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളെ ലൈഫിൽ പലതും വരും. ഈ ട്രോമ മാത്രം നമുക്ക് വന്നുപെടുന്നതിന് എങ്ങനെ മുക്തി നേടാൻ നമ്മൾ ആരെയും കൺസൾട്ട് ചെയ്തിട്ട് മെഡിക്കേഷൻ വേണമെങ്കിൽ മെഡിക്കേഷൻ എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ കൗൺസിലിംഗ് കൂടെ നമ്മൾ മനസ്സിലായി കാര്യങ്ങൾ ഒരു ഉറച്ച കൽവെപ്പോട് കൂടിയിട്ട് മുന്നോട്ട് പോവാന്നുള്ളതാണ്. പിന്നെ പലപ്പോഴും ഈ ട്രോമ അനുഭവിക്കുന്ന ആള് നിരന്തരം സൈലന്റ് ആയിട്ട് സഹിക്കുക എന്നുള്ളതാണ്. കൂടുതലും ഈ സ്ത്രീകൾ വിവാഹത്തിലാണ് ഇതൊക്കെ അധികം സംഭവിക്കുന്നത്. അവരെ അടക്കി പിടിച്ചിട്ടുള്ള നരകയാതന അനുഭവിച്ചിട്ടുള്ള ഒരു ജീവിതമായിട്ടാണ് മുന്നോട്ട് പോവുക. അപ്പം സമൂഹത്തിൽ അത് വന്നു കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ രീതിയിലാണ്. ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരോട് പറയാനും അവരെ നമ്മളോട് അനുഭവമുള്ള ആൾക്കാരോടും നമുക്ക് നല്ലത് വരണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരോട് പറയാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവർ മുഖാന്തരം ഏതെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെ കണ്ടിട്ട് അതിന് എന്തെങ്കിലും ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ എടുത്തിരുന്നതിനകത്ത് പുറത്തു വരാനുള്ള ഒരു ഇത് ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഏതായാലും നല്ല വിശദമായിട്ട് ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. വളരെ നന്നായിരുന്നു. താങ്ക് യു മണി സർ. താങ്ക് യു ഫോർ ദ ഫീഡ്ബാക്ക്. അടുത്ത ആള് പറഞ്ഞോളൂ. ഹായ്, മാജിക് മോർണിംഗ്. ഞാൻ ലാസ്റ്റിലാ വന്നത്. മാജിക് ഇന്ന് മോർണിംഗ് വേറൊരു മീറ്റിംഗ് ഉണ്ട്. ഏതായാലും ശ്രീകൃഷ്ണ ഉഷാറായിക്കുന്നു. ശ്രീകൃഷ്ണ പഴയ ശ്രീകൃഷ്ണ എന്നല്ല കേട്ടോ ഇപ്പം. അടിപൊളി, നല്ലൊരു സബ്ജക്റ്റ് ട്രോമ. നമ്മൾ ഈ ബി മാജിക്കാര് ട്രോമ അധികം കിട്ടാത്തത് നമ്മളെ മെഡിറ്റേഷൻ പവറാണ്. മെഡിറ്റേഷൻ, അതെ, മെഡിറ്റേഷൻ നമ്മളെ മൈൻഡിന് നല്ല സ്ട്രോങ്. നമ്മളറിയാതെ നമുക്ക് ഇങ്ങനെയുള്ള നമുക്കും ഇതേമാതിരി പല ഡിസ്കറേജ് സ്റ്റേറ്റ്മെന്റ് പലയിടത്തും കേൾക്കേണ്ടി വന്നാലും നമ്മളത് ഒരു ചെവി കൂട്ട് കേട്ട് ഒരു ചെവി കൂടെ വിടാനുള്ള ധൈര്യം നമുക്ക് കിട്ടിയത് ഈ ബി മാജിക്കിലെ മെഡിറ്റേഷൻ ആണ്. കാരണം നമ്മളതും ടെൻഷൻ അടിച്ച് ഇങ്ങനെ നടക്കും. നമ്മള് ഇയാളൊരു വാക്കുണ്ട് ജലാലുദ്ദീൻ റൂമിന്റെ, നമ്മള് വാതിലുകളില്ലാത്ത തടവറയിൽ കിടക്കുകയാണ്. അപ്പം ഓരോരുത്തർ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് തലയിൽ കയറ്റി നമ്മളെ ലൈഫ് കൊണ്ടുപോയിട്ട് ഇങ്ങനെ നശിപ്പിക്കും. അപ്പൊ അതിനാണ് അതാ ഈ സൊസൈറ്റിയിൽ ഇതിപ്പോൾ വല്ലാതെ അധികം ഉണ്ട്. കാരണം അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത് ഈ സൈക്കോളജിസ്റ്റ് പണ്ടത്തെ മാതിരിയല്ല. MSc സൈക്കോളജിക്കൊക്കെ സീറ്റ് കിട്ടാൻ വലിയ ടൈറ്റാ. അപ്പൊ ഞാൻ അന്വേഷിച്ചത് എത്ര ആ സമൂഹത്തിൽ ഇപ്പൊ ഏറ്റവും അധികം ആവശ്യം ഇതാണ് സൈക്കോളജിസ്റ്റിനെ. ഇപ്പൊ കൗൺസിലിങ്ങിന് ഇഷ്ടം പോലെ എവിടെ. ഞാനിപ്പോ ഒരാൾക്ക് ഒരു കൗൺസിലിംഗ് 8ാമത്തെ ടേമില് 1 hour ഡേ ചാർട്ട് 1500. അപ്പൊ നല്ലൊരു ബിസിനസ്സാണ്. അവർക്ക് ഒന്നുമില്ല, കേൾത്താ മതി. ശരിക്കും നമ്മൾ ഒരാളത് കേൾക്കുന്ന ഒരാൾക്ക് അയാളെ വിഷമം കൊണ്ട് ചെയ്യാനുള്ള ഒരു പാത്രമായിട്ട് മാറുകയാണ് ഈ സൈക്കോളജിസ്റ്റ്. അത് കേട്ടാൽ തന്നെ 2 ഡയലോഗ് പറഞ്ഞിട്ടെങ്കിൽ ഈ ആള് വളരെ ക്ലിയർ ആയി. അപ്പൊ അങ്ങനത്തെ ഒരു മാർക്കറ്റ് വരാൻ കാരണം എന്താ വെച്ചാല് സൊസൈറ്റിയിൽ ഇപ്പം കൂട്ടുകുടുംബം പോയതുകൊണ്ടായിരിക്കാം. കൂട്ടുകുടുംബത്തിന് അതിൻ്റെതായ
ഡിസഡ്വാൻറ്റേജും ഉണ്ട്, അഡ്വാൻറ്റേജും ഉണ്ട്. അഡ്വാൻറ്റേജ് ഇതാണ്, ആരെങ്കിലും കുടുംബത്തിൽ ഷെയർ ചെയ്യാൻ കിട്ടുക. ഇന്ന് കുടുംബത്തിൽ ഷെയർ ചെയ്യാനില്ല, എല്ലാം അണുകുടുംബമായതുകൊണ്ട്. പിന്നെ സെക്കൻഡ്ലി ആർക്കും സമയം തീരെ ഇല്ല, എല്ലാവരും മൊബൈലിലാണ്. നമ്മള് എന്തെങ്കിലും വിഷമം വീട്ടിൽ ചെന്ന് പറയാൻ ചെല്ലുമ്പോൾ അവിടെയുള്ള മൂന്നാളും മൂന്ന് മൊബൈലിൽ ഇരിക്കുകയായിരുന്നു. ഇനി മതി, ഓരോ ഡിസ്റ്റർബ് ചെയ്യണ്ട. അപ്പൊ നമ്മളത് സപ്രസ് ചെയ്തു നമ്മളെ മൈൻഡിൽ. അതിങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് ഇങ്ങനെ ബേസ്റ്റ് ആകുകയാണ് ട്രോമയിൽ കൂടി. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ബഷീർ സർ, താങ്ക് യു സോ ഞാൻ മച്ച്. ലാസ്റ്റാ കേട്ടത്. ബഷീർ സാർ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു എന്താ പറയാ വളർന്നു വരുന്നൊരു ബിസിനസ്സാണ് ഈ സൈക്കോളജി എന്ന് പറയുന്നത്. അതില് ചെറിയൊരു സർട്ടിഫിക്കേഷൻ എടുത്തവര് തന്നെ നല്ലൊരു ചാർജാണ് ഈടാക്കുന്നത്. ഞാൻ കുറച്ചു കാലം മുന്നേ ഈ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഡെയിലി വീഡിയോ ഇടുന്ന ആൾക്കാരുണ്ട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. ജസ്റ്റ് ഇവരുടെ ചാർജ് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ 1 അവർ അവർ പറഞ്ഞത് 5500 ആണ്. അപ്പൊ എനിക്ക് എന്റെ ലൈഫിൽ ഉണ്ടായിരുന്ന എല്ലാ ട്രോമകളും മാറിയത് നമ്മുടെ മെഡിറ്റേഷൻ ഗ്രൂപ്പിൽ വന്നതിന് ശേഷമാണ്. ഞാനൊരു അത്രയും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ എന്റെ കരിയറിൽ കടന്നു പോയപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഞാനിപ്പോ ഈ പറഞ്ഞ കുറെ എക്സാമ്പിളുകൾ ഉണ്ടായിരുന്നു. ഞാനൊരു 5-6 മാസത്തോളം ഞാൻ നിർത്താതെ കരയുമായിരുന്നു. സാറ്റർഡേ സൺഡേ ഞാൻ പേടിച്ചായിരിക്കുക. ആ ഒരു മൊമെന്റ് എൻജോയ് ചെയ്യാതെ അയ്യോ തിങ്കളാഴ്ച ഓഫീസിൽ പോയിട്ട് വീണ്ടും ഇത് അനുഭവിക്കണമല്ലോ. കാരണം അന്ന് എനിക്ക് ഉണ്ടായിരുന്ന മാനേജർ കുറച്ച് ടോക്സിക് ആയിട്ടുള്ള മാനേജർ ആയിരുന്നു. നമുക്ക് സാറ്റർഡേ സൺഡേ വരെ നമ്മളെ ഫോൺ ചെയ്യുക, നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുക, നമ്മൾക്ക് ആ ഒരു വർക്ക് പ്രഷറും അതിന്റെ ഒപ്പം പേഴ്സണലി നമുക്ക് തരുന്ന ടോർച്ചറും കൂടിയായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. അപ്പം എനിക്കിങ്ങനെ കൗൺസിലിങ്ങിന് പോകാനുള്ളതൊക്കെ ഞാൻ അന്വേഷിച്ചു. പക്ഷെ അതൊക്കെ എന്ന് വെച്ചാൽ ജസ്റ്റ് അവർ ആ ഒരു പൈസ വാങ്ങുന്നു, 1 അവർ സംസാരിക്കുന്നു, വീണ്ടും അടുത്ത സിറ്റിങ്ങിന് പോകണം. ഒരിക്കലും ഒരു സിറ്റിങ്ങിൽ നിൽക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ മെഡിറ്റേഷനെ പറ്റി അറിഞ്ഞതും. നമ്മൾ ഈ മെഡിറ്റേഷൻ ഗ്രൂപ്പിൽ വരുമ്പോൾ ജസ്റ്റ് മെഡിറ്റേഷൻ മാത്രമല്ലല്ലോ ചെയ്യുന്നത്, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നുണ്ട്, അഫർമേഷൻ എഴുതുന്നുണ്ട്, ഫൊർഗീവ്നെസ് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ നിരന്തരം ചെയ്ത് ഒരു എനിക്ക് തോന്നുന്നു ഒരു 2 മന്ത്സ് കഴിഞ്ഞപ്പം ഞാൻ തന്നെ എന്നെ ഒന്ന് അനലൈസ് ചെയ്തു. അപ്പൊ ഒത്തിരി ചേഞ്ചസ് എന്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. എന്റെ ആങ്കർ ഇഷ്യൂ കുറഞ്ഞു. ഞാൻ സാറ്റർഡേ സൺഡേ എന്താ പറയാ ഹാപ്പി ആയിട്ടിരിക്കാൻ തുടങ്ങി. അതിനു മുന്നേ ഉള്ള എന്റെ സൺഡേ എന്ന് പറയുന്നത് ഒരു 5 o'clock കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒരു പാർക്കിലാണ് എപ്പോഴും പോവുക. അവിടെ പോയാലും ഞാൻ സംസാരിക്കുക എന്റെ ഓഫീസിലെ ടെൻഷനെ പറ്റിയിട്ട്. 5 മണി കഴിയുമ്പോൾ ഞാൻ കരയാൻ തുടങ്ങും. അയ്യോ നാളെ വീണ്ടും പോണല്ലോ എന്ന് ഓർത്തിട്ട്. ഇത് ഞാൻ അനുഭവിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് 23-24 വയസ്സുണ്ടായിരുന്നു. ഞാൻ കുറച്ചുകൂടി മെച്യൂർഡ് ആയിരുന്നു. എന്നിട്ടും ആ ഒരു ഇൻസിഡന്റിന് എന്നെ തളർത്താൻ പറ്റി. പക്ഷെ അതിൽ നിന്ന് ഞാൻ ഓവർകം ചെയ്ത് കയറി വന്നത് നമ്മുടെ മെഡിറ്റേഷനും ഗ്രാറ്റിറ്റ്യൂഡും അഫർമേഷനും ഒക്കെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ്. താങ്ക് യു. അടുത്ത ആള് പറഞ്ഞോളൂ. മാം ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പോ നമ്മുടെ സ്കൂളിലെ ഒരു സംഭവമാണ്. ഒരു കുഞ്ഞു കുട്ടി എന്ന് വെച്ചാൽ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ, ഇത്തിരി വികൃതിയാ, ഭയങ്കര വികൃതിയാ. ഞാൻ കുഞ്ഞു ക്ലാസ്സിൽ പഠിപ്പിച്ച കുട്ടിയാ. അപ്പൊ അതിന്റെ അമ്മ ഇട്ടിട്ട് പോയി. അച്ഛന്റെ കുടുംബത്തിലാണ് ആൾ ജീവിക്കണത്. അപ്പൊ ക്ലാസ്സിൽ എന്തോ വികൃതി കാണിച്ചത് ഞാൻ ഓഫീസ് റൂമിൽ നിന്നപ്പോഴാണ് ഈ കുട്ടിയെ കൊണ്ട് അതിന്റെ ക്ലാസ് അധ്യാപിക വരുന്നത്. അന്ന് HMന്റെ അടുത്ത് വന്ന് സാർ അവൻ ഇങ്ങനെ കുട്ടികളെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ സാറിനോട് പറഞ്ഞപ്പോ സാർ ഉടനെ ആ കുട്ടിയോട് ചോദിക്കുക, നിന്റെ അമ്മ കളഞ്ഞിട്ട് പോയല്ലോ എന്ന്. പക്ഷെ അവന്റെ മുഖം കാണണം. എനിക്ക് HMനോടൊന്നും പറയാൻ പറ്റൂലല്ലോ. അപ്പൊ കൂടെ നിന്ന് ടീച്ചർ ചിരിക്കുക. ഉടൻ സാറ് കമ്പെടുത്ത് അവനെ അടി കൊടുത്തു, ചൂരിലെടുത്ത്. അടങ്ങിയിരിക്കാൻ വയ്യ. പക്ഷെ ഇവ ഒരു തുള്ളി കണ്ണീര് വന്നില്ല. ഒരു വാശിയോടെ ഇവൻ കൈ നീട്ടി കൊടുക്കുക. വെളിയിറങ്ങിയപ്പോ ഞാൻ അവനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചപ്പോ ഇവ ആദ്യം എന്റെ കൈ തട്ടാനുള്ള ഒരു രീതിയായിരുന്നു. പക്ഷെ ഇവ എന്റെ മുഖത്ത് നോക്കിയപ്പോ എന്റെ കണ്ണ് നിറഞ്ഞിരിക്കണണ്ട്. കൊച്ച് 2 കണ്ണും അങ്ങ് നിറഞ്ഞൊഴുകിയിട്ട് അവൻ മുഖം തുടച്ചുകൊണ്ട് അങ്ങ് ഓടിപ്പോയി. പക്ഷെ എനിക്കത് ക്ലാസ്സിൽ വന്നിരുന്നിട്ട് ഞാൻ കരഞ്ഞു. ഈ HMന് എങ്ങനെ പറയാൻ തോന്നി ഈ കുഞ്ഞു കുട്ടിയുടെ മുഖത്ത് നോക്കി നിന്റെ അമ്മ കളഞ്ഞിട്ട് പോയല്ലോ എന്ന്. ഇവൻ വളരുമ്പോ എത്ര വലിയ ട്രോമയിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. പക്ഷെ പിന്നെയൊക്കെ ഞാൻ വിളിക്കുമ്പോ ഒരു ചിരിയോടെ അടുത്ത് വരില്ല, ഓടിക്കളയും. പക്ഷെ എനിക്കത് ഇപ്പോഴും എന്റെ മനസ്സിനെ ഇപ്പൊ മാം ഈ ക്ലാസ് എടുത്തപ്പോ ഒക്കെ ഞാൻ ഓർത്ത ആ കുട്ടിയാണ്. അറിവുള്ളവരും കുട്ടികളെ വേദനിപ്പിക്കുക, അതിൽ നിന്നൊരു പരിഹാരം നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെ ആയിരിക്കും ഈ കുട്ടി വളരുമ്പോ ഒക്കെ ആ രീതി ആയിരിക്കും. മേഘ മാം, എനിക്ക് തോന്നി ആ കുട്ടി നമ്മുടെ ക്രോണിക് ട്രോമയിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം നമ്മളാരും വിചാരിച്ചാലും പെട്ടെന്ന് ആ കുട്ടീനെ ആ ട്രോമയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. കാരണം അത് വീട്ടിൽ നടക്കുന്ന വയലൻസ്, പിന്നെ അമ്മ കൂടെ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ മറ്റു ബന്ധുക്കളുടെ ഒപ്പമായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. നമുക്കറിയില്ല അതിൽ എത്ര പേര് ആ കുട്ടീനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടാവും, നല്ല രീതിയിൽ അതിനെ വളർത്തിയെടുക്കുന്നുണ്ടാവും. പിന്നെ അത് മാത്രമല്ല, അത് സ്കൂളിൽ വരുമ്പോഴും ഇങ്ങനെയുള്ള ഇൻസിഡന്റ് അല്ലേ നേരിടേണ്ടി വരുന്നത്. ഒരു റീസെന്റ് വാഴ എന്ന് പറഞ്ഞൊരു മൂവി ഇറങ്ങിയിട്ടുണ്ട്. അത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും നമ്മുടെ അധ്യാപകർക്ക് എത്രത്തോളം സ്വാധീനമുണ്ട് ഒരു കുട്ടീന്റെ ലൈഫിൽ എന്നുള്ളത്.
ഇപ്പോഴത്തെ ടീച്ചേഴ്സ് ഒത്തിരി മാറിയിട്ടുണ്ട്. പക്ഷെ പണ്ടുണ്ടായിരുന്ന ടീച്ചേഴ്സ് ഇപ്പം മാം പറഞ്ഞതുപോലെ തന്നെ നിന്റെ അമ്മ ഇട്ടിട്ട് പോയതല്ലേ, അതൊക്കെ ഒരിക്കലും ഒരു പ്രൊഫഷണൽ ആയിട്ട് ഒരു കുട്ടീനോട് പറയണം. ഒരാളോടും പറയാൻ പാടില്ലാത്ത കാര്യമാണ്. അതൊരു കുഞ്ഞു കുട്ടീന്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ അവൻ എല്ലാവരോടും ദേഷ്യം ഉണ്ടാവുള്ളൂ. ഒരിക്കലും അവൻ മറ്റൊരാളെ സ്നേഹിക്കാൻ അവനും തോന്നാൻ ചാൻസ് കുറവാണ്. ഇനി ആ കുട്ടി വളർന്നു വരുമ്പോൾ ഈ ട്രോമയിലൂടെ അവനും കടന്നു പോകുന്നത്, അവൻ നാളെ അവന്റെ ബിഹേവിയറും ക്യാരക്ടറും ഏത് രീതിയിലേക്ക് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അവൻ സ്വന്തം അവന്റെ കാര്യങ്ങൾ അനലൈസ് ചെയ്ത് സ്വയം മാറാൻ എന്തെങ്കിലും നാളെ തയ്യാറായാൽ അന്നാണ് ആ കുട്ടിക്ക് അതിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റുള്ളൂ. മേഘാമൻ പറഞ്ഞ നല്ലൊരു എക്സാമ്പിൾ ആയിരുന്നു കേട്ടോ. ഞാൻ ഈ ടീച്ചേഴ്സിന്റെ കാര്യം അധികം ഹൈലൈറ്റ് ചെയ്യാത്തത് കാരണം അത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ ഒട്ടുമിക്ക ആൾക്കാരുടെ ലൈഫിലും നല്ലൊരു ശതമാനം ടീച്ചേഴ്സിന് കുട്ടികളെ നന്നായി ഹറാസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഈ സമൂഹം ഇങ്ങനെ ആവുന്നതല്ല ഇങ്ങനത്തെ കുറെ ടീച്ചേഴ്സിന്റെ ഒക്കെ പെരുമാറ്റം കൊണ്ടാവണം. കുട്ടികളെ തലമുറ ഇങ്ങനെ ആയി പോണതിന് കാരണം അവർ വളർന്നു വരുന്ന സാഹചര്യം തന്നെ. ആരെയും കുറ്റം പറയണ്ട. താങ്ക് യു മാം. എനിവേ താങ്ക് യു മേഘാമൻ. താങ്ക് യു മോളെ. നമുക്ക് വൈൻഡപ്പ് ചെയ്തേക്കാം, സമയമായേ. ഓക്കെ. പലതരത്തിലുള്ള ട്രോമാസിനെ കുറിച്ച് നമുക്കിവിടെ പറഞ്ഞു തന്നു. അതെങ്ങനെ നേരിടണം എന്നതിനെ കുറിച്ച് പറഞ്ഞു തന്നു. അതിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നു. അങ്ങനെ ഈ ട്രോമാസിൽ കൂടിയൊക്കെ പോകുമ്പോഴും പുറത്ത് പറയാതെ മനസ്സിൽ ഒതുക്കുന്ന ആ വേദനകളിൽ കൂടി കടന്നു പോകുമ്പോഴും തളരാതെ ഉറച്ച കാൽവെപ്പുകളിലൂടെ ആ പ്രതിസന്ധികളെ അതിജീവിക്കാൻ എടുക്കുന്ന ഉറച്ച തീരുമാനം. പറഞ്ഞോളൂ മോളെ, പറഞ്ഞോളൂ. ബ്രേക്ക് ആയിട്ടുണ്ട് ഇടയ്ക്ക്. ബ്രേക്ക് ആകുന്നുണ്ടോ? ഇപ്പൊ റെഡിയായി. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ട്രോമാസിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും ആ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും തളരാതെ ആ ഉറച്ച കാൽവെപ്പുകളിലൂടെ ഇതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ എടുക്കുന്ന ആ ഉറച്ച തീരുമാനം, അതായത് തളരാതെ സ്വന്തം വേദനകളെ മനസ്സിൽ ഒതുക്കി വിജയത്തിലേക്ക് മുന്നേറുന്ന ആ ഒരു അവസ്ഥ, അതിനെക്കുറിച്ചായിരുന്നു ഇന്ന് സൈലന്റ് സ്ട്രഗിൾസ് ആൻഡ് സ്ട്രോങ്ങർ സ്റ്റെപ്സ് എന്ന ഈ വിഷയത്തിലൂടെ ഇന്ന് നമുക്ക് തന്ന ക്ലാസ്. ഇന്ന് നല്ലൊരു സെഷൻ ഞങ്ങൾക്ക് തന്ന ശ്രീഷ്ണ മാമിന് ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ശ്രീഷ്ണ മാം. താങ്ക് യു ഓൾ. താങ്ക് യു ഓൾ. Thank you, Thank you, Krishna. Krishna. Thank you all. Thank you all. Thank you, Srishna. താങ്ക് യു.